മാതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് എത്തിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്നൊക്കെ നമ്മൾ പറയല്ലേ. അതുപോലെ നമ്മളെ വിശുദ്ധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. മാതാവ് തൻ്റെ ജന്മം മുതൽ തിരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും ആ ഒരു നിമിഷം വരെയും ദൈവത്തെ ഒരു തെറ്റ് വഴി വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് അല്ലേ. അതുകൊണ്ടാണ് പിശാചിന് മാതാവിനോട് അത്രയും ഒരു ശത്രുത വരാനായിട്ടൊരു കാരണം. അപ്പം മാതാവിനെ നമ്മൾ ഒരിക്കലും ആരാധിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയല്ല, നമ്മൾ മാതാവിന് കൊടുക്കുന്നത് അതിവണക്കം മാത്രമാണ്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ഇയർ ഇത് ചെയ്തിട്ട് ലാസ്റ്റ് 33-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലാസ്റ്റ് ഒരു ഫൈനൽ പ്രെയർ ചെയ്തിട്ട് നമ്മൾ ഇന്ന ഡേറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളൊന്ന് സൈൻ ചെയ്യണം. അപ്പോൾ ആ സൈൻ ചെയ്തപ്പം അന്നത്തെ ദിവസം എനിക്ക് ആക്ച്വലി അതിന് ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കുക, ഞങ്ങൾക്ക് കുറച്ച് ഒരു പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ സാധാരണ പൈസയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാത്ത ആളാണ്, പൈസയെക്കുറിച്ച് ഞാനൊരു വറി ചെയ്യാത്ത ആളാണ്, അങ്ങനെ ഇപ്പോൾ ഒരു കാൽക്കുലേഷനോ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷേ എന്തുകൊണ്ടോ അപ്പം ഞാനിങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ ഇത്രയും പൈസ നമുക്ക് ആവശ്യമുണ്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അതങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ ഈ ലാസ്റ്റ് ദിവസം സൈൻ ചെയ്ത് ആ ഒരു ദിവസം തന്നെ കർത്താവ് അതൊരു മിറക്കുലസ് ആയിട്ട് ആ പൈസ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പം അവിടുന്ന് ഒരാൾ വിളിക്കുക, ഞാൻ ഫ്രഷ് ഹോമിൽ നിന്ന് വിളിക്കുക, ഞങ്ങളൊരു ലക്കി ഡിപ്പ് ചെയ്തായിരുന്നു, അപ്പം നിങ്ങളാണ് അതിനകത്തെ ഫസ്റ്റ് പ്രൈസ് വിന്നറായിട്ട് വന്നത്, അപ്പം നിങ്ങൾക്ക് ഞങ്ങളൊരു ലേറ്റസ്റ്റ് ഐഫോൺ തരുവാണ്. അപ്പം അന്ന് എനിക്കൊന്ന് 2020-ലാന്ന് തോന്നുന്നു, 20 ആണോ 21 ആണോ മറന്നുപോയി, ആ ഒരു ടൈമിലാണ്. അപ്പം അന്നത്തെ ഒരു 55,000 60,000 55,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഫോണാണ്. ഈശോ മരിക്കുമ്പോൾ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അമ്മയോട് യോഹന്നാനെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ, ഈശോയ്ക്ക് സഹോദരങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും അങ്ങനെ വേറൊരാളെ ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. 3 വർഷവും ഇങ്ങനെ ഞാൻ കോൺസിക്രേഷൻ ചെയ്തപ്പോൾ 3 വർഷവും അവസാനത്തെ ദിവസം ഞാൻ സൈൻ ചെയ്തപ്പോൾ ഒരടയാളം പോലെ, അതായത് ഞാൻ ചെയ്ത ഈ ഒരു കോൺസിക്രേഷന് മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്തിയത് പുത്രന് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഹായ് എവരിവൺ, അപ്പം നമ്മൾ മാതാവിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തേത് 3ാമത്തെ ക്ലാസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ക്ലാസ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവവും അതുപോലെ തന്നെ നമ്മളൊരു മെരിയൻ ഡോഗ്മയും മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു ചെറിയ മരിയൻ അനുഭവമാണ്. എങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കാമെന്ന് ആലോചിച്ചപ്പം, എന്തെടുക്കണമെന്നൊക്കെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഇന്നത്തെ ക്ലാസ്സിൽ മെരിയൻ കോൺസിക്രേഷനെ കുറിച്ച് പറയാമെന്ന്, അതായത് വിമല ഹൃദയ പ്രതിഷ്ഠ. അപ്പം ഞാൻ 2020 മുതൽ തുടർച്ചയായിട്ട് മെരിയൻ കോൺസിക്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെരിയൻ കോൺസിക്രേഷൻ എന്താണ്, അപ്പം ആ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്, അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു 2019-ലാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ പോവാണ്, മെരിയൻ കോൺസിക്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം പുള്ളിക്കാരൻ ഈ സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഒരു ബുക്ക് വായിച്ച്, അപ്പം അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് 33 ദിവസത്തെ സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ട് ചിട്ടപ്പെടുത്തിയ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് അത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത്. അപ്പം സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ആ വിമല ഹൃദയ പ്രതിഷ്ഠയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഓൺലൈൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ അവർ ഒരു ടേബിളിൽ നമുക്ക് ഇത് 33 ദിവസം ചെയ്യണമല്ലോ, അപ്പോൾ അതിനൊരു സ്റ്റാർട്ട് ഡേറ്റും ഉണ്ട്, ഒരു എൻഡ് ഡേറ്റും ഉണ്ട്. അപ്പോൾ ഓരോ ഫീസ്റ്റിനോടനുബന്ധിച്ചാണ് ആ ഡേറ്റുകൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർഷത്തിൽ പല ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ചൂസ് ചെയ്തിട്ട് നമുക്ക് മരിയൻ കോൺസിക്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ ഓരോ ദിവസത്തേക്കും വേണ്ട പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻസ്, ബൈബിൾ വായന, അതെല്ലാം അവരൊരു എൻ്റെ കയ്യിലിരിക്കുന്ന ഞങ്ങളൊരു ഓൺലൈൻ ലിങ്കാണ് ഫോളോ ചെയ്യുന്നത്, അത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വെച്ചിട്ടാണ്, അത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 33 ദിവസം നമ്മൾ ചെയ്യും. 33ാമത്തെ ദിവസം ഫൈനൽ ഡേ, അതായത് കോൺസിക്രേഷൻ ഡേ. അപ്പം അന്ന് നമ്മളൊരു വൗ പോലെ എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ സൈൻ ചെയ്യും. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ,
ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ വരെ, അപ്പം നമ്മൾ മാതാവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാണോ, മാതാവിന് ആരാധന കൊടുക്കുവാണോ? അപ്പോൾ അതല്ല. വിമലഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മാതാവ് വഴി നമ്മൾ ക്രിസ്തുവിലേക്ക് എത്തുന്നു. അതായത് മാതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു. അല്ലാതെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആരാധന നമ്മൾ ദൈവത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മാതാവിനോട് നമ്മൾ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇൻ്റർസെസറി പ്രെയർ. അപ്പം നമ്മൾ വചനത്തിൽ കാണുന്നത് പോലെ അവൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ, പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് മാതാവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അല്ലേ? അപ്പം മാതാവ് നമ്മളെ എപ്പോഴും ഈശോയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഈശോയാണ് ഏക മധ്യസ്ഥൻ. അപ്പോൾ മാതാവ് നമ്മളെ ഈശോയിലേക്ക് എത്തിക്കുകയാണ്. ഈശോയാണ് ഏക മധ്യസ്ഥൻ, അതിനൊരു ചേഞ്ചുമില്ല. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാതാവിന് കൊടുക്കുന്നത് അതിവണക്കം മാത്രമാണ്. അപ്പം നമ്മൾ മാതാവ് വഴി ഈശോയിലേക്ക്. ഇപ്പോൾ സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് മാതാവ് നമ്മളെ ഒരു എളുപ്പ വഴിയിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിക്കുമെന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കുവാണെങ്കിൽ മാതാവിനെ പോലെ വിശുദ്ധിയുടെ ഒരു ഉത്തുംഗ ശൃംഗത്തിലെത്തിയ വേറൊരു മനുഷ്യ വ്യക്തിയുമില്ല, അല്ലേ? മാതാവിനെ പോലെ പിതാവായ ദൈവത്തെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയുമില്ല, അല്ലേ? ബാക്കി എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, അല്ലേ? എല്ലാവരും തന്നെ പാപം മൂലം വീണു പോയിട്ടുണ്ട്. പക്ഷെ മാതാവ് തൻ്റെ ജന്മം മുതൽ തിരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും ആ ഒരു നിമിഷം വരെയും ദൈവത്തെ ഒരു തെറ്റ് വഴി വേദനിപ്പിക്കാത്ത വ്യക്തിയാണ്, അല്ലേ? അപ്പോൾ പാപം ചെയ്യാത്ത ഏക വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും, അതായത് ദൈവം കൊടുത്ത ആ ഗ്രേസിനെ, ഈവനും ദൈവം ഗ്രേസ് കൊടുത്തായിരുന്നു. ഈവ് പെർഫെക്റ്റ് വേൾഡിലുമായിരുന്നു, പക്ഷേ ഈവ് അത് പ്രിസർവ് ചെയ്തില്ല. പക്ഷെ ദൈവം കൊടുത്ത ആ ഗ്രേസിനെ അതേപോലെ പ്രിസർവ് ചെയ്ത് വിശുദ്ധിയുടെ ഒരു കൊടുമുടി കയറിയ ആളാണ് പരിശുദ്ധ അമ്മ. അപ്പം ഞാനിങ്ങനെയാണ് പിള്ളേരോടൊക്കെ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് ചെന്നാൽ നമുക്കത് വേഗം പഠിക്കാം, അല്ലേ? പല രീതിയിൽ നമുക്കത് പഠിക്കാം. നമുക്ക് തന്നെ കഷ്ടപ്പെട്ട് വായിച്ച് സമയമെടുത്ത് കുറേ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് നമുക്ക് പഠിക്കാം. അല്ല, ഇതിലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം അത് നമ്മളെ വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കും. അതുകൊണ്ടാണല്ലോ നല്ല അധ്യാപകരുടെ പിന്നാലെ നമ്മൾ ഓടുന്നത്, അല്ലേ? ഓരോ കാര്യങ്ങൾ പഠിക്കാൻ. അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. നമുക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും നമ്മളെ അതിന് ട്രെയിൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് പരിശുദ്ധ അമ്മ. കാരണം അമ്മയാണ് വിശുദ്ധിയുടെ കൊടുമുടി കയറിയ ആളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിശാചിന് അതുകൊണ്ടാണ് ഏറ്റവും ദേഷ്യം. ഈശോയുടെ മുമ്പിൽ തോറ്റുപോയതിലല്ല, വെറും ഒരു മനുഷ്യ വ്യക്തിയായ അമ്മയുടെ മുന്നിൽ അവന് തോറ്റുപോകേണ്ടി വന്നു. അതുകൊണ്ടാണ് സ്ത്രീയോട് അവന് അത്രയധികം കോപം വന്നത്, അത്രയധികം ദേഷ്യം സ്ത്രീയോട്. കാരണം അവന് സ്ത്രീയെ തൊടാൻ സാധിച്ചില്ല, അല്ലേ? പാപം വഴി ഒരു ആധിപത്യവും അവളുടെ മേളിൽ വരാനായിട്ട് പിശാചിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് പിശാചിന് മാതാവിനോട് അത്രയും ഒരു ശത്രുത വരാനായിട്ടൊരു കാരണം. അപ്പം മാതാവിനെ നമ്മൾ ഒരിക്കലും ആരാധിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയല്ല. നമ്മൾ മാതാവിന് കൊടുക്കുന്നത് അതിവണക്കം മാത്രമാണ്. മാതാവിനോട് നമ്മൾ സഹായം യാചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കോൺസിക്രേഷൻ പ്രെയർ ചെയ്യുമ്പോൾ പോലും, വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പോലും നമ്മൾ മാതാവ് വഴി ക്രിസ്തുവിനെ തന്നെയാണ് നമ്മളെ പ്രതിഷ്ഠിക്കുന്നത്. ക്രിസ്തുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. ക്രിസ്തു മാത്രമേ ദൈവമായിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. മാതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തോണം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, എല്ലാ സെയിൻസും മാതാവിനോട് വലിയ വണക്കമുള്ളവരായിരുന്നു. ഒത്തിരിയേറെ സെയിൻസിൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ മാതാവിനോട് വലിയ വണക്കമുള്ളവരായിരുന്നു. ഇപ്പോൾ സെയിൻറ്റ് ലൂയി ഡി മോൺഫോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹമാണ് ഈ മെരിയൻ കോൺസിക്രേഷൻ അത്രയും പോപ്പുലറൈസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ട്രൂ ഡിവോഷൻ ടു മേരി എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ബുക്ക് വായിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കോൺസിക്രേഷൻ പ്രെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് മാതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് എത്തിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലെ നമ്മളെ വിശുദ്ധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അതുപോലെ തന്നെ സെയിൻറ്റ് മാക്സിമിലിയൻ കോൾബെ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് 2 ക്രൗൺ കാണിച്ചു, വിശുദ്ധിയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും. അപ്പോൾ ഏത് വേണം നിനക്കെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 2ഉം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വലിയൊരു ഇൻ്റലക്റ്റ് ആയിരുന്നു മാക്സിമിലിയൻ കോൾബെ. അദ്ദേഹം ഭയങ്കര അതിബുദ്ധിമാനായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഷ്വിറ്റ്സിൽ ജൂയിഷ് ഇത് പീഡനം നടന്ന സമയത്ത് ഓഷ്വിറ്റ്സിൽ വെച്ച് വേറൊരു ജയിൽ പുള്ളിക്ക് പകരമായിട്ട് സ്വയം മരിക്കാൻ തയ്യാറായി
മാക്സിമിലിയൻ കോൾബെ രക്തസാക്ഷിത്വം വരിക്കുക ചെയ്തത്. അങ്ങനെ വിശുദ്ധനും രക്തസാക്ഷിയുമായി. അതുപോലെ തന്നെ സെയിൻറ്റ് ജോൺ പോൾ, നമ്മുടെ പോപ്പായിരുന്ന സെയിൻറ്റ് ജോൺ പോൾ മാതാവിനോട് വലിയ ഡിവോഷനും ഉള്ള ആളായിരുന്നു. മദർ തെരേസ വലിയ ഡിവോഷനുള്ള ആളായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ സെയിൻറ്റ്സ്, ഒത്തിരിയേറെ പാപ്പാമാർ എല്ലാവരും മാതാവിനോടൊരു ഡിവോഷനുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ആദിമ നൂറ്റാണ്ട് തൊട്ടേ അങ്ങനെ ഡിവോഷനുള്ള ഒത്തിരിയേറെ സെയിൻറ്റ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ ഒരിക്കലും ദൈവത്തെ മധ്യസ്ഥനാക്കുക അതിരിക്കുകയല്ല. ഏക മധ്യസ്ഥൻ ക്രിസ്തു തന്നെയാണ്. മാതാവ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുവാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പം നമ്മൾ കോൺസെക്രേഷൻ പ്രെയർ ചെയ്യുമ്പോഴും അത് തന്നെയാണ്. അല്ലാതെ മാതാവിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതല്ല സഭയുടെ പഠിപ്പിക്കലും. അപ്പം കോൺസെക്രേഷൻ പ്രെയർ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഇയർ ആയപ്പം എനിക്കും തോന്നി എനിക്കും കൂടെ ചെയ്യണമെന്ന്. അപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു ജൂലൈയിൽ ചെയ്തിട്ട് ഓഗസ്റ്റിൽ തീർക്കുന്ന ഒരു ഡേറ്റാണ് എടുത്തത്. ഞാൻ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് നവംബറിൽ തീർക്കുന്ന ഒരു ഡേറ്റാണ് എടുത്തത്. അപ്പം ഞാൻ അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈം എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്യും. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഒരു ബുക്കുണ്ട്, ചെറിയൊരു ബുക്ക്, അതും ഓൺലൈൻ അവൈലബിൾ ആണ്, ട്രൂ ഡിവോഷൻ ടു മേരി. അത് വായിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസത്തേക്കുള്ള പ്രാർത്ഥനകളും മെഡിറ്റേഷനുകളും അവർ തന്നിട്ടുണ്ട്. വളരെ ചെറിയ പ്രേയേഴ്സാണ് കേട്ടോ. എനിക്കൊന്ന് ആദ്യത്തെ കുറേ ദിവസം അതൊരു 10-15 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ ആ പ്രെയറും മെഡിറ്റേഷനും ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സ്, 25 to 40 മിനിറ്റ്സ്, അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കത്തില്ല. പിന്നെ നമുക്ക് പറ്റുമ്പോഴെല്ലാം കുർബാനയ്ക്ക് പോകണം. അപ്പം ഞാൻ എന്നും കുർബാനയ്ക്ക് പോകുന്ന ആളായതുകൊണ്ട് എന്നും പോകാം. പക്ഷെ അതിപ്പോൾ സാധിക്കില്ലെങ്കിലും അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല. എന്നും തന്നെ പറ്റുമ്പോഴെല്ലാം കുർബാനയ്ക്ക് പോവുക. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ 33 ഡേയ്സിൽ കൺഫെഷൻ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ ജപമാല ചൊല്ലണം. വളരെ ഈസിയാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി വലിയ എന്താ പറയുക എലാബറേറ്റ് ആയിട്ടുള്ള പ്രേയേഴ്സും അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പ്രെയറാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് ഇംഗ്ലീഷിലുള്ള ഒരു ലിങ്കാണ്. മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇട്ടേക്കാം. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇയർ ഇത് ചെയ്തിട്ട് ലാസ്റ്റ് 33-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലാസ്റ്റ് ഒരു ഫൈനൽ പ്രെയർ ചെയ്തിട്ട് നമ്മൾ ഇന്ന ഡേറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മളൊന്ന് സൈൻ ചെയ്യണം. അപ്പോൾ ആ സൈൻ ചെയ്തപ്പം അന്നത്തെ ദിവസം എനിക്ക് ആക്ച്വലി അതിന് ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കുക, ഞങ്ങൾക്ക് കുറച്ച് ഒരു പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ സാധാരണ പൈസയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാത്ത ആളാണ്. പൈസയെക്കുറിച്ച് ഞാനൊരു വറി ചെയ്യാത്ത ആളാണ്. അങ്ങനെ ഇപ്പോൾ ഒരു കാൽക്കുലേഷനോ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷേ എന്തുകൊണ്ടോ അപ്പം ഞാനിങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ ഇത്രയും പൈസ നമുക്ക് ആവശ്യമുണ്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനതങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ ഈ ലാസ്റ്റ് ദിവസം സൈൻ ചെയ്ത് ആ ഒരു ദിവസം തന്നെ കർത്താവ് അതൊരു മിറക്കുലസ് ആയിട്ട് ആ പൈസ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പം ഞാൻ ഈ സൈൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ആ ന്യൂസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സന്തോഷം, ഞാനത് എൻ്റെ ഒരു ആവശ്യം കർത്താവ് അറിഞ്ഞ് ഞാൻ ഈ കോൺസെക്രേഷൻ പ്രെയർ ചെയ്ത് അന്ന് ലാസ്റ്റ് ഡേ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് തരുന്നു, അതൊരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കോൺസെക്രേഷൻ പ്രെയർ ചെയ്യുന്നത് അത് ദൈവം എനിക്കതൊരു ഇറ്റ് ഈസ് പ്ലീസിങ് ടു ഹിം എന്നൊരു കൺഫർമേഷൻ തരുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ഞാൻ എൻ്റെ ഒരു ആവശ്യം ഒരു ഗിഫ്റ്റായിട്ട് കർത്താവ് ഞാൻ ആ ലാസ്റ്റ് ഡേ ചെയ്ത് സൈൻ ചെയ്ത് ആ ഒരു സമയം തന്നപ്പം എനിക്ക് അങ്ങനെ അതൊരു ഗിഫ്റ്റായിട്ട് തോന്നി. പിന്നെ അത് ഭയങ്കര ഒരു സന്തോഷം. രണ്ടാമത്തെ വർഷം ഞാൻ സൈനൊക്കെ ചെയ്തു. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ട്യൂസ്ഡേയോ അങ്ങനെ ഏതാണ്ട് ഞാൻ സൈൻ ചെയ്ത് എനിക്കൊരു ഗിഫ്റ്റും കിട്ടിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഗിഫ്റ്റൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല കേട്ടോ. അത് ഞാനിപ്പം ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ തേഴ്സ്ഡേ ആയപ്പം ഒരാൾ എന്നെ വിളിക്കുവാണ്. ഞങ്ങൾ ഈ ഫിഷൊക്കെ വാങ്ങിക്കുന്ന ഫ്രഷ് ഹോമിൽ നിന്നാണ്. അപ്പം അവിടുന്ന് ഒരാൾ വിളിക്കുക, ഞാൻ ഫ്രഷ് ഹോമിൽ നിന്ന് വിളിക്കുക, ഞങ്ങളൊരു ലക്കി ഡിപ്പ് ചെയ്തായിരുന്നു. അപ്പം നിങ്ങളാണ് അതിനകത്തെ ഫസ്റ്റ് പ്രൈസ് വിന്നറായിട്ട് വന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളൊരു ലേറ്റസ്റ്റ് ഐഫോൺ തരുവാണ്. അപ്പം അന്ന് എനിക്കൊന്ന് 2020 തോന്നുന്നു, 20 ആണോ 21 ആണോ മറന്നുപോയി, ആ ഒരു ടൈമിലാണ്. അപ്പം അന്നത്തെ ഒരു 55,000 60,000 55,000 രൂപയൊക്കെ വിലയുള്ള ഒരു ഫോണാണ്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് തരുമോ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇത് ചുമ്മാ ആരോ വിളിച്ച് നമ്മളെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രോഡായിട്ടൊക്കെ ഇല്ലേ, ഇപ്പോൾ കുറേ ഓൺലൈൻ സ്കാംസും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ച്. പക്ഷെ പിന്നെ പുള്ളി സംസാരിച്ചപ്പോൾ അഡ്രസ്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അഡ്രസ്സ് എൻ്റെ സൈറ്റിൽ തന്നിരിക്കുന്ന തന്നെ എൻ്റെ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ജെനുവിനാണ്. കുറച്ച് സംസാരിച്ചപ്പം, കാരണം പുള്ളിക്കാരൻ പറഞ്ഞു ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, കയറി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇതൊരു ജെനുവിനാണ്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പം ശരിക്കും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് എൻ്റെ പേരും ഇങ്ങനെ ഐഫോൺ കിട്ടി. 3 പ്രൈസാണ്. 2ാമത്തെ പ്രൈസ് വേറെ ഏതാണ്ട്, 3ാമത്തെ പ്രൈസ് ഏതാണ്ട് ഗോൾഡോ സംതിങ് ഗോൾഡ് കോയിനോ അങ്ങനെ ഏതാണ്ടാന്ന്, അങ്ങനെ എന്തോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ അതിനകത്ത് എനിക്ക് സന്തോഷം എന്നാന്ന് വെച്ചാൽ, ഇതിനൊരു ഏകദേശം 1 മാസം മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഐഫോൺ താഴെ പോയിട്ട് അതിലൊരു ചെറിയ സ്ക്രാച്ച് വന്നു അതിൻ്റെ ആ സ്ക്രീനിൽ. ഞാൻ ആ ഒരു ഗാർഡ് പോലത്തെ ഒരു സാധനം ഇട്ടിരുന്നത് ഊരുവോ അതോ എന്തോ ഒരു സംഭവിച്ചു. അപ്പോൾ അതില്ലായിരുന്നു. അപ്പോൾ അതങ്ങ് വീണ ഉടനെ അതിൻ്റെ മേളിലൊരു പൊട്ടൽ വന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ ഇങ്ങനെ ചിന്നിയെന്ന്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊന്ന് മാറ്റണം, കാരണം നമുക്കതൊരു ഇതുപോലെയല്ല, അസ്വസ്ഥത പോലെയല്ലേ ഒരു ഇങ്ങനെ സ്ക്രീൻ നോക്കുമ്പോൾ അങ്ങനെ ചിന്നി ഇരിക്കുമ്പോഴേ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തെത്തുമ്പം ഒരു അസ്വസ്ഥത പോലെയല്ലേ. അപ്പം ശരിയാന്ന് പറഞ്ഞു. പക്ഷേ ഈ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങളധികം അങ്ങനെ വെളിയിലൊന്നും, ആരും തന്നെ ആ സമയത്ത് അധികം ആവശ്യമില്ലാതെ വെളിയിലൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി 1 മാസമായിട്ടും ഇങ്ങനെ ഇരിക്കുക മാറാതെ. അപ്പം എനിക്ക് സന്തോഷം വന്നത് എൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് എനിക്കെന്താണോ ആവശ്യം അത് തന്നെ ദൈവം ഒരു ഗിഫ്റ്റായിട്ട് തന്നു എന്ന്. അപ്പോൾ അതാണ് എനിക്കതിനകത്ത് വലിയ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞില്ലേ Thursday ഞാനിത് അറിയുന്നത്. അപ്പം ഞാൻ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ Tuesday ഞാൻ സൈൻ ചെയ്ത ആ ഒരു സമയത്താണ് ആ ഒരു ഡേറ്റിൽ തന്നെയാണ് അവർ ഈ ലക്കി ഡിപ്പ് എടുത്തത്. അതായത് Tuesday, ഇപ്പോൾ 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി. പക്ഷേ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സൈൻ ചെയ്ത അതേ ദിവസം തന്നെയാണ് ആ ലക്കി ഡിപ്പ് എടുത്തിട്ട് അതിലാണ് ഞാൻ വിന്നറായത്. അപ്പോൾ എനിക്ക് 2ാമത്തെ സന്തോഷം, ആദ്യത്തെ വർഷം കിട്ടി ലാസ്റ്റ് ഡേ സൈൻ ചെയ്തപ്പം, 2ാമത്തെ പ്രാവശ്യവും ലാസ്റ്റ് ഡേ സൈൻ ചെയ്തപ്പം ആ 33rd ഡേ അല്ലേ 33ാമത്തെ ദിവസം സൈൻ ചെയ്തപ്പം 2ാമതും ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ 3ാമത്തെ വർഷം, അപ്പോൾ 3ാമത്തെ വർഷം ഏതൊരു ഗിഫ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നാം 3 വർഷം കിട്ടും. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യവും കിട്ടാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഗിഫ്റ്റിന് വേണ്ടിയല്ല ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുക 3 പ്രാവശ്യം 3 വർഷം എനിക്ക് കിട്ടും. അപ്പം 3ാമത്തെ വർഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര ഉൾപ്രേരണ എനിക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പേ ഞാനൊരു 9:15 9:20 അതിൻ്റെ ഇടയ്ക്ക് ലോഗിൻ ചെയ്യും. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രെയർ എല്ലാം തീർത്ത് സൈനൊക്കെ ചെയ്ത് വെക്കണം. അതായത് ഫസ്റ്റ് അത് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി ജോലി അന്നത്തെ കാര്യങ്ങൾ തുടങ്ങിയാൽ മതിയെന്ന് വെച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രെയർ എല്ലാം തീർത്ത് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് സൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയുക, പുള്ളി ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കോള് വന്നു. അവർ കൺഫേം ചെയ്ത് ഇൻ്റർവ്യൂ ഇപ്പം 2-3 ദിവസത്തിനകം നടക്കും. അപ്പോൾ അത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വേറൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നും, ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ജോലിയായിരുന്നു, അപ്പോൾ ഇനി അത് വേണോ മറ്റേത് വേണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നുമല്ലോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് സംശയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം കിട്ടിയപ്പോഴേ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം. പക്ഷേ ഞാൻ ഈ സൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് വന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നു, ഇത് മാതാവ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം ഇത് നമുക്കുള്ളതാണ്, നമുക്ക് നല്ലതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് അത്ഭുതത്തോടെ പറയൂ, ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് സൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അപ്പോഴാണ് ഈ ന്യൂസ് വന്നത്. അപ്പോൾ മാതാവ് തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ, 3ാമത്തെ വർഷവും മാതാവ് തന്ന ഒരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പം അതെന്ന് പറഞ്ഞാൽ 2 വീക്സ്, അതായത് 2 ആഴ്ചക്കകം തന്നെ എല്ലാം ഇൻ്റർവ്യൂവും പെട്ടെന്ന് നടന്നു. അവർ പെട്ടെന്ന് തന്നെ ഒരു 2-2.5 ആഴ്ച അതിൽ കൂടുതൽ എടുത്തില്ല. ഓഫർ ലെറ്ററും റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ 3 വർഷം കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരുന്നു അത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബ്ലെസ്സിങ് കൊണ്ടുവന്ന ഒരു ജോലിയായിരുന്നത്. അപ്പോൾ അതൊരു വലിയ ഗിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക് മാതാവ് തന്നെ. അപ്പം അത് 3ാമത്തെ വർഷവും അങ്ങനെ കിട്ടി. അപ്പോൾ 3 വർഷവും ഇങ്ങനെ ഞാൻ കോൺസിക്രേഷൻ ചെയ്തപ്പോൾ 3 വർഷവും അവസാനത്തെ ദിവസം ഞാൻ സൈൻ ചെയ്തപ്പോൾ ഒരടയാളം പോലെ, അതായത് ഞാൻ ചെയ്ത ഈ ഒരു കോൺസിക്രേഷന് മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്തിയത് പുത്രന് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി, ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്നും. അതായത് മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്നത് അല്ലേ. ഈശോ ഏത് സെയിൻ്റാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ നേരത്തെ വായിച്ചതാണ്. നമ്മൾ എത്രയധികം മാതാവിനെ സ്നേഹിച്ചാലും ഈശോ അമ്മയെ സ്നേഹിച്ച് അത്രയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന്. അതായത് ഒരു രക്തബന്ധമായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അല്ലേ. ഈശോയ്ക്ക് കുരിശിൽ മരിച്ചപ്പോഴും അമ്മയെക്കുറിച്ചുള്ള വേദനയുണ്ടായിരുന്നു അല്ലേ. അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര
എത്രമാത്രം സ്നേഹിച്ചാലും ഈശോ സ്നേഹിച്ച അത്രയും നമുക്ക് അമ്മയെ സ്നേഹിക്കാൻ പറ്റുമല്ല. എനിക്ക് തോന്നുന്നു മാക്സിമിലിയൻ കോൾബെ ആണെന്നോ ലൂയിഡി മോൺഫോർട്ടാണോ ഏതോ ഒരു സെയിൻറ്റ് പറഞ്ഞ, ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നി ഞാൻ ഈ കോൺസിക്രേഷൻ പ്രെയർ ചെയ്തത് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ 3 പ്രാവശ്യം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്കറിയാം ഇനി ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ല എന്ന് എൻ്റെ മനസ്സിലറിയാം. 3 years ഇങ്ങനെ കിട്ടും, അത് കഴിയുമ്പോൾ ഇനി കിട്ടത്തില്ല എന്നും അറിയാം. പക്ഷേ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഗിഫ്റ്റ് അതൊരു ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളല്ലോ. അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടി അല്ല നമ്മളത് ചെയ്യുന്നതും. അപ്പോൾ എല്ലാ വർഷവും ആ സെയിം ടൈമിൽ ഞാനത് റിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പലരും ഞാനിങ്ങനെ കോൺസിക്രേഷൻ പ്രെയർ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ചോദിക്കും എങ്ങനെയാണ്, അത് ഒത്തിരി സമയം എടുക്കുമോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ആ ലിങ്ക് കൊടുക്കാം. വർഷത്തിലൊരു 33 ദിവസം നമ്മൾ ചെയ്യുക. ഏതെങ്കിലും നമ്മുടെ സ്യൂട്ടബിളായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. അധിക സമയമൊന്നും എടുക്കത്തില്ല. ഒരു അരമണിക്കൂറൊന്ന് കൂട്ടിക്കോ ഒരു ദിവസം. അപ്പം നമുക്ക് അരമണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കാൻ സാധിക്കണം. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ മാതാവ് ഈശോയ്ക്കാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. മാതാവ് വഴി സമർപ്പിക്കുകയാണ്. അതായത് മാതാവ് പുത്രൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാട്ടുവാണ്. മാതാവ് നമ്മളെ പുത്രൻ്റെ അടുത്തേക്ക് നയിക്കുവാണ് അല്ലേ. അതാണ് മാതാവിൻ്റെ റോള്. അല്ലാതെ ദൈവത്തിൻ്റെ ഒരു നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല അതിനെപ്പറ്റി. അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മരിയൻ ഡോഗ്മാസ് മെഡിറ്റേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഞാൻ ഇന്നോർത്തു മാതാവിൻ്റെ നിത്യ കന്യാകത്വത്തെ, അതായത് പെർപെച്വൽ വെർജിനിറ്റി. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് മാതാവ് ഗർഭധാരണത്തിന് മുമ്പും ഈശോ ജനിക്കുന്നതിന് മുമ്പും ഈശോ ജനിച്ച സമയത്തും ഈശോ ജനിച്ചതിന് ശേഷവും ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ കന്യകയായിരുന്നു എന്നാണ്. അപ്പോൾ നിത്യകന്യാകത്വം അല്ലേ, നിത്യമായും കന്യകയായിരുന്നു എന്നാണ്. അപ്പം അതിന് ചിലരൊക്കെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളൊക്കെ മാതാവിന് മറ്റു മക്കളുണ്ടായിരുന്നെന്നും ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടെന്ന് ബൈബിളിൽ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് കോട്ട് ചെയ്തിട്ട് മാതാവ് കന്യകയല്ലായിരുന്നു എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സഭ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് ആഴത്തിൽ ചിന്തിക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോം തുടങ്ങിയത് മാർട്ടിൻ ലൂതർ ആയിരുന്നു, അതായത് 1500 പിന്നെ കാൽവിൻ. പക്ഷേ ഇവർ രണ്ടുപേര് പോലും മാതാവ് നിത്യകന്യകയാണ് എന്ന് വിശ്വസിച്ചിരുന്നു കേട്ടോ. കന്യാത്വത്തെ ഇവർ രണ്ടുപേരും, ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോമിസ്റ്റായ മാർട്ടിൻ ലൂതറും കാൽവിനും പോലും നിത്യകന്യാത്വത്തെ സംശയിച്ചിരുന്നില്ല. മാതാവ് നിത്യകന്യകയായിരുന്നു തന്നെയാണ് അവരും വിശ്വസിച്ചിരുന്നത്. ഈ ഒരു പഠിപ്പിക്കൽ വന്നത് ഒരു ലേറ്റ് 1800s അല്ലെങ്കിൽ ഏർലി 1900s ചില വിഭാഗം ആൾക്കാർ ഈ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ ഈശോയ്ക്ക് സഹോദരന്മാരുണ്ടായിരുന്നു എന്നതിനെ ഒരു ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചാണ് മാതാവിന് മറ്റു മക്കളുണ്ടായിരുന്നെന്നും കന്യകയല്ലായിരുന്നു എന്നുമൊക്കെയുള്ള ഒരു പഠനം കൊണ്ടുവന്നത്. അപ്പോൾ ആദിമകാലം തൊട്ട് 1900 വരെ അത്രയും നീണ്ട കാലഘട്ടം ഈ ഇൻക്ലൂഡിങ് പ്രൊട്ടസ്റ്റന്റ് റിഫോമിസ്റ്റ് പോലും മാതാവിൻ്റെ നിത്യകന്യാത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല. ഇത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മാത്രം വന്ന ഒരു പഠിപ്പിക്കലാണ്. അപ്പം അതിനെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, മാതാവ് ഈശോയ്ക്ക് മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പം മനസ്സിലാക്കേണ്ടത്, അരാമ്യ ഭാഷയിൽ കസിൻസ് എന്നൊരു വേർഡില്ല. കസിൻസിന് പകരം സഹോദരർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ കസിൻസ് എന്നൊക്കെ, അങ്ങനെ ഒരു വേർഡ് ഇല്ലായിരുന്നു. അവരുടെ സംസാര ഭാഷയിൽ എല്ലാവരും സഹോദരന്മാരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ കസിൻസിനെ നമ്മൾ ബയ്യ എന്നാണല്ലോ പറയുന്നത്, സഹോദരർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഇതിൽ നിന്ന് അരാമ്യ ഭാഷയിൽ ബ്രദേഴ്സ് എന്നല്ലേ പറയുന്നത്. ഗ്രീക്കിൽ കസിന് പ്രത്യേക വേർഡ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ഈ ബ്രദേഴ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രദേഴ്സ് എന്ന് പറയുമ്പോഴും അവർ ചർച്ചക്കാർ അല്ലെ കസിൻസ് ആയിരുന്നു. അപ്പം അത് നമ്മൾ ഈ വചനത്തിൽ പല സ്ഥലങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ആ വചനങ്ങളെല്ലാം പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്തു വായിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് വായിക്കാം. ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷം 13:55. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ, യാക്കോബ്, യോസേഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ. അപ്പം 4 സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 6:3 ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, യാക്കോബ്, യോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ. പിന്നെ മത്തായി 27:56 നമ്മൾ കാണുന്നത്, അക്കൂട്ടത്തിൽ മഗ്ദലന മറിയവും യാക്കോബിൻ്റെയും യോസഫിൻ്റെയും അമ്മയായ മറിയവും സെബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് ഈ യാക്കോബിൻ്റെ യോസഫിൻ്റെയും അമ്മ മറ്റൊരു മറിയമാണെന്ന് മത്തായിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ട്രഡീഷൻ പറയുന്നത്, അതങ്ങ് പറയുവാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ട്രഡീഷൻ പറയുന്നത് സെയിൻറ്റ് ജോസഫിൻ്റെ സഹോദരനായിരുന്നു അൽഫയൂസ്. അൽഫയൂസിൻ്റെ മക്കളായിരുന്നു ഈ 4 പേരും, യാക്കോബും യോസെഫും ഷിമയോനും യൂദാസും. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു മേരി ഓഫ് ക്ലിയോഫാസ്. മേരി ഓഫ് അൽഫയൂസ് എന്ന് പറയാം, മേരി ഓഫ് ക്ലിയോഫാസ് അത് മറ്റൊരു മേരി. അപ്പം അൽഫയൂസിൻ്റെ ഭാര്യയായിരുന്നു, അല്ലെ ക്ലിയോപ്പാസിൻ്റെ ഭാര്യയായിരുന്നു മേരി ഓഫ് ക്ലിയോപ്പാസ്. അവരുടെ പുത്രരായിരുന്നു യാക്കോബ്, യോസഫ്, ഷിമയോൻ, യൂദാസ്. ഇവർ ജോസഫിൻ്റെ സഹോദരന്മാരെ, ഔസേപ്പിതാവിൻ്റെ സഹോദരനായിരുന്നുകൊണ്ട് അവരുടെ മക്കൾ ഈശോയുടെ കസിൻസ് ആണ്. അപ്പോൾ ഈശോയുടെ സഹോദരന്മാരെന്ന് അതുകൊണ്ടാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഈ 4 സഹോദരന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിയുമ്പം മഗ്ദലന മറിയം യാക്കോബിൻ്റെ യോസഫിൻ്റെ അമ്മയായ മറിയവും. അതുപോലെ മർക്കോസ് 15:40 പറയുന്നുണ്ട് യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും. ഇവിടെയും പറയുന്നുണ്ട് യാക്കോബിൻ്റെയും യോസഫിൻ്റെയും. ഈ യോസ എന്ന് പറയുന്നതും ജോസഫ് തന്നെയാണ്. യോസയുടെയും ചെറിയ യാക്കോബ് യാക്കോബ് തന്നെ, യാക്കോബിൻ്റെയും അമ്മയായ മറിയവും. അപ്പോൾ അതൊരു വേറൊരു മറിയമാണ് അല്ലേ. യേശുവിൻ്റെ കുരിശിനരികെ, അതായത് യോഹന്നാൻ 19:25, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയം എന്ന് പറയുന്നതാണ് യോസയുടെ യാക്കോബിൻ്റെ അമ്മയായ മറിയം. അപ്പോൾ ആ ഭാര്യ മറിയത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അവൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും മദർ മേരിയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ മറിയവും, അതായത് ക്ലോപ്പാസിൻ്റെ ഭാര്യയായ മറിയം അമ്മയുടെ സഹോദരി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാകുന്ന, അമ്മയുടെ സഹോദരി എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ മദർ ആണെങ്കിൽ 2 പേരും മേരി ആകാനുള്ള ചാൻസ് കുറവല്ലേ. അപ്പം ഇത് സഹോദരൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ആ സഹോദരൻ്റെ ഭാര്യയെ നമ്മൾ ഇവിടെ സഹോദരിയും തന്നെ റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ബയോളജിക്കൽ സിസ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പ്രോബബിലിറ്റി കുറവല്ലേ 2 പേർക്കും, 2 ബയോളജിക്കൽ സിസ്റ്റേഴ്സിന് 2 സെയിം പേരിടാനുള്ള, അങ്ങനെ നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ എടുക്കാം. അപ്പം പിന്നെ മത്തായിയുടെ 10:3. പിന്നെ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയുന്നത്, യാക്കോബ്, യോസഫ്, ഷിമയോൻ, യൂദാസ് 4 മക്കളായിരുന്നെങ്കിലും യാക്കോബും യൂദാസും ആയിരുന്നു ശിഷ്യന്മാർ, അപ്പോസിൽസ്, ഡിസൈപ്പിൾസ് ആയിരുന്നു അവർ 2 പേരും. അപ്പം മത്തായി 10:3 പറയുന്നു ഈ യാക്കോബ്, അതായത് ശിഷ്യനായ യാക്കോബ് അൽഫായുടെ പുത്രനാണെന്ന്, അതായത് അൽഫയൂസിൻ്റെ പുത്രൻ. ഇതിൻ്റെ ഒരു വേരിയേഷനാണ്, നെയിമിൻ്റെ ഒരു വേരിയേഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ മാർക്ക് 3:18 പറയുന്നുണ്ട് അൽഫയൂസിൻ്റെ പുത്രൻ എന്ന്. ലൂക്കായുടെ സുവിശേഷം 6:15 പറയുന്നുണ്ട് അൽഫയുടെ പുത്രൻ എന്ന്. ആക്സ് 1:13 പറയുന്നുണ്ട് അൽഫയൂസിൻ്റെ പുത്രൻ എന്ന്. അപ്പോൾ യാക്കോബ് എന്ന് പറയുന്നത് അൽഫയൂസിൻ്റെ പുത്രനാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് യാക്കോബും യൂദാസും യേശുവിൻ്റെ സഹോദരന്മാരാണെന്ന്. അങ്ങനെ പറയുമ്പോൾ ഈ യാക്കോബ് അൽഫയൂസിൻ്റെ പുത്രനാണെങ്കിൽ യൂദാസും അൽഫയൂസിൻ്റെ പുത്രനാണ്. യൂദാസും യാക്കോബും ബ്രദേഴ്സുമാണ്. അത് നമ്മൾ പിന്നെയും കാണുന്നുണ്ട്. യൂദാസിൻ്റെ ലേഖനം യൂദാസ് എഴുതിയത്, അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ യാക്കോബിൻ്റെ സഹോദരനാണെന്ന്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നല്ല പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും എന്നാണ്. അപ്പോൾ ബയോളജിക്കൽ ബ്രദർ അല്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്ന് പറയാമായിരുന്നു അല്ലേ. യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് എന്നാണ് പറയുന്നത്. അത് ജൂഡ് 1:1. പക്ഷേ ആക്സ് 1:13 ലൂക്ക് 6:16 നമ്മൾ കാണുന്നത് യാക്കോബിൻ്റെ മകനായ യൂദാസ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇവർ പറയുന്നത് നമ്മളിപ്പം ജൂഡ് ഓഫ് ജേക്കബ് എന്ന് പറയും. അപ്പോൾ ജൂഡ് ഓഫ് ജേക്കബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യാക്കോബിൻ്റെ മകനാകാം, അല്ലെങ്കിൽ യാക്കോബിൻ്റെ സഹോദരനുമാകാം. അപ്പോൾ ആരാണോ ഒരു പ്രോമിനൻറ്റ് ഫിഗർ അവരെ വെച്ച് നമ്മൾ പറയും. ഇപ്പോൾ സഹോദരൻ ഒരു പ്രോമിനൻ്റ് ആളാണെങ്കിൽ ജൂഡ് ഓഫ് ജേക്കബ് എന്ന് വേണമെങ്കിൽ പറയും. അപ്പം അങ്ങനെ പറഞ്ഞത് അപ്പം മകനല്ല ശരിക്കും, കാരണം അത് കോൺട്രഡിക്ടറി ആണല്ലോ. യൂദാസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് യാക്കോബിൻ്റെ സഹോദരനാണെന്ന്, മറ്റു പലയിടത്തും പറയുന്നുണ്ട് യാക്കോബും യൂദാസും സഹോദരന്മാരാണ് നമ്മൾ നേരത്തെ വായിച്ചതിൽ. അപ്പോൾ ഇവിടെ സഹോദരൻ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അത് വിവർത്തനം ചെയ്തപ്പോൾ അത് മകനെന്ന് ആയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് നോക്കുക കഴിയുമ്പോഴത്തേക്ക് അൽഫയൂസിൻ്റെ പുത്രന്മാരാണിവർ. അൽഫയൂസിൻ്റെ ഭാര്യയാണ് ക്ലോപ്പാസിൻ്റെ ഭാര്യയാണ് ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയം. പിന്നെ അവരുടെ പുത്രന്മാരാണ് യാക്കോബ്, ജോസഫ്, ഷിമയോന്, യൂദാസ് അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ കർത്താവിൻ്റെ ആക്ച്വൽ ബയോളജിക്കൽ ബ്രദേഴ്സ് അല്ല, പക്ഷേ കസിൻസ് ആണ്. അപ്പോൾ അത് ആ സംസാര ഭാഷയിൽ അങ്ങനെയായിരുന്നു. അപ്പം അത്
പലയിടത്തും വേറെ സ്ഥലങ്ങളിലും നമ്മൾ അതങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ലോത്തിനെ സഹോദര പുത്രനാണ് ലോത്ത് അബ്രഹാമിൻ്റെ, പക്ഷേ സഹോദരനായ ലോത്തൊന്നും ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് കസിൻസിനെ അന്നത്തെ അവരുടെ സംസ്കാരത്തിൽ ബ്രദേഴ്സ് അല്ലെ ആ സംസാര ഭാഷയിൽ തന്നെ കസിൻസിന് വേറൊരു വേർഡ് ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുരിശിൽ വെച്ചിട്ട് ഈശോ മരിക്കുമ്പോൾ മാതാവിനെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ അമ്മയോട് യോഹന്നാന് ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ, ഈശോയ്ക്ക് സഹോദരങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊരിക്കലും അങ്ങനെ വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. അതുപോലെ തന്നെ യഹൂദരുടെ ഒരു സംസ്കാരത്തിൽ മക്കൾ ഉള്ളപ്പോൾ മാതാപിതാക്കളെ അവർ വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവർക്ക് ഭയങ്കര ഒരു നാണക്കേടും ഒരു കുറവുമായിരുന്നു. അവരൊരിക്കലും അത് ചെയ്യത്തില്ല. അപ്പം വേറെ ബ്രദേഴ്സ് അല്ലെ മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ കുരിശിൽ വെച്ച് ഈശോ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഇത് ഈശോയ്ക്ക് വരത്തില്ലായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈശോ ആയിരുന്നു ഏക മകനെന്ന് നമുക്ക് അതിൽ നിന്ന് സ്ഥാപിക്കാം. അപ്പോൾ ഇതൊക്കെയും ബയോളജിക്കൽ ബ്രദേഴ്സ് അല്ല, ഇവരെല്ലാം കസിൻസ് ആയിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ലിറ്ററലി ഇങ്ങനെ ബന്ധം എടുത്ത് പറയുന്നില്ലെങ്കിലും പല വചനങ്ങൾ, ഞാനിപ്പോൾ ഒത്തിരി വചനങ്ങൾ വായിച്ചല്ലോ, അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിട്ട് സഹോദരന്മാരെന്ന് പറഞ്ഞത് കസിൻസ് ആയിരുന്നു. ഇവർ തമ്മിലായിരുന്നു സഹോദരന്മാർ, ഇവർ ഇങ്ങനെ ക്ലോപ്പാസിൻ്റെ മക്കളായിരുന്നു. അപ്പം അതങ്ങനെ. ഇനി രണ്ടാമത്തെ ഒരു പ്രൂഫ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത് ഇപ്പം ലൂക്ക 1:34 ഗബ്രിയേൽ മാലാഖയെ അറിയിച്ചപ്പോൾ മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ലൂക്ക 1:18 ഇതിനു മുമ്പ് സക്കറിയ പറയുന്നുണ്ട്, ഞാൻ ഇതെങ്ങനെ അറിയും, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. അപ്പോൾ ഒരു സംശയിച്ച് ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ ദൂതൻ അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്ത് അദ്ദേഹം മിണ്ടാൻ മേലാതെയായിപ്പോയി അല്ലേ. പക്ഷേ മാതാവ് ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം മാതാവിന് കൃത്യമായ അത് സക്രിയയുടെ ചോദ്യം പോലെ അല്ലായിരുന്നു അല്ലേ. മാതാവ് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നുള്ളതിന് പിതാക്കന്മാരെല്ലാവരും കൊടുത്തിരിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, മാതാവ് ഇപ്പം യോസേഫ് പിതാവിനോട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെയാണ് ദൂതൻ വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ മാതാവ് ഹൃദയത്തിൽ കന്യകയായിരിക്കാം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു തീരുമാനം ഉള്ളിലെടുത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പം വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു നാച്ചുറൽ കോഴ്സിൽ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ. അപ്പം മാതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, പിതാക്കന്മാർ പറയുന്ന മാതാവ് ഓൾറെഡി ഒരു വെർജിനായിട്ട് റിമെയിൻ ചെയ്യാവുന്ന ഹൃദയത്തിൽ ഒരു റിസോൾവ് ചെയ്തായിരുന്നു. അതായത് ഒരു ഉറച്ച തീരുമാനം എടുത്തായിരുന്നു കന്യകയായിട്ട് ഞാൻ തുടരുമെന്ന്. അപ്പം ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് മാതാവിന് ഇങ്ങനെ ഒരു സംശയം വന്നത്. അപ്പം ദൈവഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുകയോ സംശയിക്കുകയോ ഒന്നും അല്ല ചെയ്തത്, പക്ഷേ എങ്ങനെയായിരിക്കുമെന്ന് ദൂതനോട് ചോദിക്കുവാണ്. അപ്പം അതാണ് ദൂതൻ കൃത്യമായ ഉത്തരവും പറഞ്ഞത്. അപ്പോൾ ഇതും ഒരു കന്യാത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൂഫായിട്ട് പിതാക്കന്മാർ പറയുന്നത്. പിന്നെ അടുത്ത ഒരെണ്ണം പറയുന്നതെന്ന് പറഞ്ഞാൽ, വേറൊരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ മത്തായി 1:25 പറയുന്നുണ്ട്, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല, അണ്ടിൽ ദെൻ അല്ലേ. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡാണ് ഹിയോസ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഉള്ള ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അണ്ടിൽ എന്ന് പറയുമ്പം ആ ഒരു നിമിഷം വരെയെന്നേ ഉള്ളൂ. അതിനെ സ്ഥാപിക്കാനാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്, ഹിയോസ്. ആ ഒരു നിമിഷം വരെ, അതിന് ശേഷം എന്നതിനർത്ഥമില്ല. മനസ്സിലായോ? ആ ഒരു പോയിന്റ് വരെ, ആ ഒരു സംഭവമാണ് മത്തായി സുവിശേഷകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈശോ ഹോളി സ്പിരിറ്റിനാലാണ് ജനിച്ചത്, അതാണ് ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഇതുവഴി പറയാൻ വേണ്ടി പ്രൂവ് ചെയ്യാനാണ് അണ്ടിൽ ദെൻ അല്ലേ, ആ നിമിഷം വരെയും. അതിനുശേഷം അതിനെക്കുറിച്ച് അങ്ങനെയാകാം, അങ്ങനെ അല്ലാതിരിക്കാം. അതല്ല ആ യൂസേജിൻ്റെ അർത്ഥം. ആ ഗ്രീക്ക് വേർഡ് ഹിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുവരെ, അണ്ടിൽ ദെൻ, ആ നിമിഷം വരെ. അതിനുശേഷം അങ്ങനെ ആകണമെന്ന് ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ അധികം പാരലൽസും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മത്തായി 28:20 യുഗാന്തം വരെയും എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ, യുഗാന്തം വരെയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അണ്ടിൽ എൻഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് വരെ ഉണ്ടെന്ന് സ്ട്രെസ് ചെയ്ത് പറയുക. അതുപോലെ 2 സമൂവേൽ 6:23 പറയുന്നുണ്ട്, സാവൂളിൻ്റെ പുത്രി മരണം വരെയും സന്താനരഹിതയായിരുന്നു, വരെയും. മരിക്കുന്നവരെയും അവൾക്ക് കുഞ്ഞുണ്ടായില്ല. അപ്പം അതിൻ്റെ ശേഷം മരിച്ചു കഴിഞ്ഞ് കുഞ്ഞുണ്ടായി എന്നല്ല അല്ലേ.
അതൊരു യൂസേജാണ്. അണ്ടിൽ ദെൻ എന്നുള്ളതൊരു യൂസേജാണ്, ആ ഒരു പോയിന്റ് വരെ. പക്ഷെ അതിന് ശേഷം അങ്ങനെയെന്ന് ആ യൂസേജ് കൊണ്ട് അർത്ഥമില്ല. ഗ്രീക്ക് വേർഡ് ഹിയോസ്, അതാണൊന്ന്. വേറൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത്, ഈശോയെ ഫസ്റ്റ് ബോൺ എന്ന്. അപ്പോൾ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആദ്യജാതൻ അല്ലേ, അതൊരു ടൈറ്റിലാണ്, ഒരു സ്ഥാനമാണ്. ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യത്തെ കുട്ടി, ഇപ്പോൾ ഒരു കുട്ടിയെ ഉള്ളേ പോലും അതിന് കിട്ടുന്ന ഒരു സ്ഥാനമാണ് ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നാകാം, പലരാകാം, 10 ഉള്ളിടത്തെ ആണെങ്കിലും ആദ്യജാതൻ ഒന്നേ ഉള്ളെങ്കിലും അവൻ ആദ്യജാതൻ അല്ലേ. അവന് ഒത്തിരി ആ ഒരു സൊസൈറ്റിയിൽ ഫസ്റ്റ് ബോണിന് ഒത്തിരി പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു ടൈറ്റിൽ പോലെയാണ് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വേറെ മക്കൾ പിന്നീട് ഉണ്ടായി എന്നല്ല, അതൊരു ടൈറ്റിൽ പോലെയാണ് ഇസ്രായേൽ ആ ഒരു സമൂഹത്തിൽ അന്നത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള നിത്യകന്യാത്വത്തിന് എതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും അതിന് സഭ പഠിപ്പിക്കുന്ന പോയിൻറ്റ്സും. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 10-20 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയായിരുന്നു. സഭയുടെ പഠിപ്പിക്കലും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും അതൊക്കെ എന്താണ് നമ്മളതൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഏത് കേൾക്കുമ്പോഴും അതിൻ്റെ നമ്മൾ പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കണമല്ലോ. എല്ലാം റെഫർ ചെയ്ത് ഞാനൊരു 20 പേജ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ ഇൻവെൻഷനൊന്നും അല്ല, സഭയുടെ പഠിപ്പിക്കൽ തന്നെയാണ്. അത് നോക്കിയിട്ട് ഞാൻ മെയിനായിട്ട് ചുരുക്കി മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പം ഞാൻ പറയാൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ രണ്ട് വശത്തെക്കുറിച്ചും രണ്ട് സൈഡും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നും. അപ്പോൾ മറുവശവും കൂടെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുകൊണ്ടൊരു ഡിവിഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ സഭയുടെ പഠിപ്പിക്കൽ പറയുന്നു, അത്രയേ ഉള്ളൂ. ഒരു ഡിവിഷനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റോടും പരസ്പര സ്നേഹത്തോടും കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈശോയും ഹോളി സ്പിരിറ്റും ഒന്നും ഒരു ഡിവിഷൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.